ദുബായിൽ വന്നിട്ട് ഫസ്റ്റത്തെ സാലറി ആട്ടോ. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു ചെറിയൊരു മെസ്സേജും കൂടി തരാൻ പോവുകയാണ്. കാരണം ഞാൻ ഫസ്റ്റ് അധ്വാനിച്ച് നേടിയത് കുവൈത്തിലുള്ള സമയത്ത് ഈ ഒരു കറൻസിക്ക് മൂല്യമുള്ള സാലറിക്കായിരുന്നു. 2 വർഷം കഴിഞ്ഞ് അതേ ഒരു പൊസിഷനിൽ ഞാൻ വേറെ കമ്പനി വന്നപ്പോൾ ഇത് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് നാട്ടിലെ 4 ലക്ഷം രൂപയാണ്, 4.5 ലക്ഷം രൂപ, 50,000 രൂപക്ക് മുകളിലാണ് ഇപ്പോൾ എൻ്റെ സാലറി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 2 വർഷം എന്ത് മെനക്കെട്ടാണെങ്കിലും എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് GCCയിൽ വർക്ക് ചെയ്യുക. ഏത് മേഖലയിലാണ് 20,000 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ അധ്വാനിക്കാം. പക്ഷേ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ കമ്പനി മാറാൻ, നിങ്ങൾക്ക് അവിടെ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കമ്പനിയെ സമീപിക്കുക. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വേറെ കമ്പനിയെ സമീപിച്ച് നോക്കിയാൽ ഈ ഒരു സാലറി വീണ്ടും ഡബിൾ ആവട്ടോ. അപ്പോൾ ഒരേ കമ്പനിയിൽ നിൽക്കാണ്ട് വേറെ കമ്പനിയിലേക്ക് മാറാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കമ്പനിയെ മാറാം. നമുക്ക് സാലറിയാണ് മുഖ്യം. അപ്പോൾ ഇതുപോലെ എൻ്റെ ലൈഫിലെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്ന രീതിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരേ കമ്പനിയെ വർക്ക് ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ മൾട്ടിപ്പിൾ കമ്പനിയെ സമീപിക്കുക, സാലറി കൂട്ടാൻ നോക്കുക.